ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പഞ്ചാബി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഗ്രാമ്പും ഏലക്കായും കറുവപ്പട്ടയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് സ്പൈസിൻ്റെ സ്മെല്ലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സവോള വഴറ്റി അതേ പോട്ടിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു 5 മിനിറ്റോളം നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല സോഫ്റ്റായി വരുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വേകുന്ന വരെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കറിയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ ഡ്രൈ മാംഗോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു പിടി കസൂരി മെത്തിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റോളം ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബി ചിക്കൻ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു.